മലയാള സിനിമകളിൽ ഒരു വിജയകാലമാണ് ഇപ്പോൾ. എനിക്കൊന്ന് ജനുവരി തൊട്ട് നോക്കുമ്പോൾ ഹിറ്റുകളുടെ കാലമാണ് കേട്ടോ. ചെറിയ പരാജയമുള്ളൂ. രേഖാചിത്രം തൊട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഹിറ്റുകൾ എന്ന് വെച്ചാൽ 2-3 കാറ്റഗറി, സൂപ്പർ ഹിറ്റ്, ഹിറ്റ്, ആവറേജ്, ഇങ്ങനെ നിൽക്കുന്ന കാലമാണ്. എൻ്റെ കയ്യിൽ കുറേ സിനിമ ലിസ്റ്റ് ഞാനൊരു ഇന്നൊരു ന്യൂസ് ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഹിറ്റുകളുടെ കാലമാണ്. മലയാള പ്രേക്ഷകർ അങ്ങനെ സിനിമ ഏറ്റെടുക്കുന്നുണ്ട്. ആ ഹിറ്റുകളുടെ ഒപ്പമാണ് നമ്മുടെ ഈ സിനിമ വരുന്നത്. ഇത് നമുക്കെന്നും ഈ സിനിമ വലുതാണ് അല്ലേ? ഏത് സിനിമയും നമ്മൾ അഭിനയിച്ച സിനിമ, നമ്മൾ നിർമ്മിച്ച സിനിമയും നമ്മൾ ഡയറക്റ്റ് ചെയ്ത് നമുക്ക് വലുതാണ്. ഈ വലിയ സിനിമ വരുമ്പോൾ വലിയ ഒഴുക്കാണ്. ഇപ്പോൾ സിനിമയുടെ ഒഴുക്ക് നടക്കുമ്പോഴാണ് നമ്മുടെ ഈ സിനിമ ഈ 2-ാം തീയതിയിലേക്ക് എത്തുന്നത്. ആ ഒഴുക്ക് ഭയപ്പെടണം നമ്മൾ. ഇല്ല, നമ്മൾ ദൈവത്തിനെ വിചാരിച്ചൊരു സിനിമ ചെയ്തു. നമ്മൾ വിശ്വസിക്കുന്നു നമ്മുടെ സിനിമയിൽ എന്താ പറയുന്നത്, മുഖം ചുളിക്കാനുള്ള ഒന്നുമില്ല. അല്ലാതെ മുഖം കൂടുതൽ ഇങ്ങനെ പ്രസന്നമാകാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടോ എന്ന് അവകാശപ്പെടുന്നില്ല. പക്ഷെ എന്തായാലും മുഖം ചുളിച്ച് ഇങ്ങനെ കാണിക്കാനുള്ള ഒന്നും ഇല്ലാത്തൊരു സിനിമ. അപ്പോൾ തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്നൊരു സിനിമയാവും എന്നുള്ള പ്രതീക്ഷയാണ്. അതേപോലെ നമ്മൾ ഓർക്കുമ്പോൾ പറഞ്ഞില്ലെങ്കിൽ മറന്നു. ഈ കുടുംബ ചിത്രം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് ചോദിച്ചു, അപ്പോൾ നമ്മുടെ ന്യൂ ജനറേഷന് ഉള്ള പടമല്ലേ? ഞാൻ ചോദിച്ചു, ചോദ്യം നീ ചോദിച്ചത് ഞാൻ പറഞ്ഞുതരാം. കുടുംബം ന്യൂജൻ അങ്ങനില്ല. അപ്പോൾ കുടുംബവും ന്യൂജനും കൂടെ 2-എന്നുള്ള ലെവലിലല്ലേ ആ ചോദ്യം അറിയാതെ ചോദിച്ചതാണ്. പക്ഷേ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞൊന്നുമില്ല. ഇത്രയും നല്ല ഏറ്റവും വലിയ ബുദ്ധിയുള്ള കുഞ്ഞുങ്ങളെയാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ഈശ്വരൻ തന്നത്. പക്ഷേ നമ്മൾ സാധാരണ ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ, അച്ഛൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊക്കെ അച്ഛനെ കൊച്ചുനാളിൽ കണ്ട മ്യൂസിക് വീഴും, ചെന്ന് അച്ഛാ ഫീസില്ല. ഇവിടെ എൻ്റെ മോൻ ചോദിക്കുന്നേ, എടാ അച്ഛാ ഇച്ചിരി ചായ വേണോ, എൻ്റെ പാല് വേണോ, എൻ്റെ എനിക്ക് ചോദിക്കുമ്പോൾ ഞാൻ അച്ഛനേക്കാൾ കൂടുതൽ എടായിൽ കണ്ടാൽ ഞാൻ ഈ ജനറേഷനിലായി, ഞാനും ന്യൂ ജനറേഷനായി. ഒരു ഉദാഹരണം ഞാൻ പറയാം. എത്ര വലിയ ബുദ്ധിയുള്ള കുഞ്ഞുങ്ങളാണെന്നറിയാം നമ്മൾ ഈ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത്. അവരെ നമ്മളൊന്ന് കെട്ടിപ്പിടിച്ചാൽ തീരുന്ന കാര്യമേ ഉള്ളൂ. ഞാൻ അടി കൊടുത്താലും വൈകുന്നേരം ഞാൻ വേണം. പിള്ളേർ ഇപ്പോൾ 10 വയസ്സുള്ള എൻ്റെ മോൻ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ അല്ലെ ഒരു ലാപ്പിലോ മൊബൈലിലോ അവരിന്ന് ചെയ്യുന്ന കാര്യം അവൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് അടിക്കുമ്പോൾ ഞാൻ കുഞ്ഞിരാമൻ പിള്ള എന്നാണ് അടിക്കുന്നത്. പക്ഷേ ഞാൻ ചോദിക്കും, എടാ കാഞ്ഞിരപ്പള്ളി എങ്ങനെയാണെന്ന് ചോദിക്കും. നമ്മൾ അങ്ങോട്ട് ചെന്നാൽ അവർ നമ്മളോട് ചേർന്ന് നിൽക്കും. അപ്പോൾ ഈ ജനറേഷൻ എന്നൊക്കെ പറഞ്ഞത് ഒന്നുമല്ല, ഏജോ അല്ലെ ഒരു ജനറേഷൻ ഗ്യാപ്പ്, വെറുതെ ഒരു വാക്കാണ്. ഈ ജനറേഷൻ ഗ്യാപ്പ് എന്നൊരു ഗ്യാപ്പേ ഇല്ല. ഇപ്പം ചെറിയ വാക്ക് തന്തവൈവും വന്നിട്ടുണ്ട്. ഇതൊക്കെ എന്താണ്, എന്താണോ എന്തോ അങ്ങനെ എവിടുന്ന അവർ ഉത്ഭവിക്കുന്നതെന്ന് അറിയുന്നില്ല. അല്ല, അതിലേ ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് സന്തോഷിക്കും. കാരണം പുതിയ ഇപ്പോഴും നമ്മൾ ഈ കുഞ്ഞുങ്ങളുടെ വിഷൻ എങ്ങനെയാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അവർ കാണുന്ന മാധ്യമങ്ങൾ, അവർ വായിക്കുന്ന ബുക്കുകൾ, അവർ പഠിക്കുന്ന ഇതൊക്കെ വേറെയാണ്. ഞാൻ പഠിക്കുമ്പോൾ പ്രീ ഡിഗ്രി ആയിരുന്ന +2, അന്ന് പ്രീ ഡിഗ്രി ഇത് +2, അന്ന് വില്യം വേർഡ്സ്വർത്തിൻ്റെ ഡാഫോഡിൽസ് എന്ന് പറഞ്ഞൊരു കവിത. ഇതും കഴിഞ്ഞ് 2 വർഷം കഴിയേണ്ടി വന്നു. ഞാൻ ഇങ്ങനെ വായി നോക്കിയിരുന്നു, സാറ് പഠിപ്പിച്ചു. ഇത് നദിയുടെ തീരത്തുണ്ടാകുന്നൊരു പൂവാണെന്ന് ഞാൻ മനസ്സിലാക്കിയ പിന്നെ 2 വർഷത്തിന് ശേഷം. പക്ഷേ 7ാം ക്ലാസ്സിലുണ്ട് വില്യം വേർഡ്സ്വർത്തിൻ്റെ ഡാഫോഡിൽസ്. അത് സാധാ ഇംഗ്ലീഷല്ല, റൊമാൻറ്റിക് റിവൈവലിലുള്ള ഇംഗ്ലീഷാണ്, ഷേക്സ്പീരിയൻ ഇംഗ്ലീഷ് അങ്ങനെ പറയുന്നത്. നമുക്ക് വൈകുണ്ഠം ഇങ്ങനെ സാറ് പഠിപ്പിക്കുന്നു, തലയും കുലുങ്ങും. ഇല്ലെങ്കിൽ എന്തെങ്കിലും ചോദ്യം ചോദിച്ചാലും മടിയനല്ല മൊത്തത്തിൽ, നല്ല മടിയനല്ല മൊത്തത്തിൽ. സംശയം എന്താ? വിയർപ്പിൻ്റെ അസുഖമുണ്ട്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.